അടിപൊളി ബിരിയാണി. കഞ്ഞിക്കല എന്ന് പറയുന്ന അരി വാർക്കാരനെ, പക്ഷെ ഇത് ബിരിയാണി വെക്കും. അടിപൊളി സൂപ്പറാണ്. എല്ലാം ഞാൻ വരാം, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, നല്ലൊരു ഓർഡർ കിട്ടി. എന്റെ അടുത്ത ഓർഡർ അവിടെ കിടക്കട്ടെ. ഈ ഓർഡറിന്റെ കാര്യങ്ങൾ എന്തായി? അതൊരു വിശ്വാസമില്ലാത്ത പോലെ. അല്ല, വിശ്വാസം ഇല്ലാണ്ടല്ല പറഞ്ഞു ഉണ്ണിയെ, കാര്യങ്ങൾ ഭംഗിയാവണം. എനിക്കറിയാലോ, ഒരു കല്യാണം നടക്കുമ്പോ അവിടുത്തെ ഒരു കസേര എടുത്തിട്ട് നടക്കുന്നത്, ഒറ്റ ഒരു ബെഞ്ച് എടുത്തിട്ട് രണ്ടാള്. അനക്ക് ഇത്രക്ക് ശബ്ദമൊക്കെ ഉണ്ടോ? എന്തിനെങ്ങനെ കിടന്ന് ചാടണേ? നമ്മൾ ഉത്തരവാദിത്തല്ലേ ഇത്? അല്ല, ഉത്തരവാദിത്തം ബഹളത്തിലല്ല വേണ്ടത്, കാര്യങ്ങൾ നടക്കണോടത്ത് വേണം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അപ്പൊ എന്നോട്? പറഞ്ഞോ. ഇപ്പോ ഞാൻ ചോദിക്കണത് സദ്യയുടെ കാര്യം. 2000 ആൾക്കാരാണ്. 2000 ആളുണ്ട്. അപ്പൊ അതൊക്കെ ഏകദേശമൊക്കെ ഈ തീർപ്പ് ആക്കിയിട്ടുണ്ടോ? എന്റെ ഇക്കാന്റെ മുകളിലത്തെ കുഞ്ഞുണ്ടാകുമ്പോ പോലും ഞാൻ നോക്കി നിൽക്കുന്നുണ്ട്. എന്തിന്? കല്യാണം വരുമല്ലോ. അങ്ങനെ അതെവിടെ അതിന് വന്നേക്കാ. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ കേട്ടോ. കാര്യങ്ങളൊക്കെ ഒരു ഇതാണെങ്കിൽ നിങ്ങളിപ്പോ എവിടോ ചങ്ങായോളെ? നിങ്ങൾ ഈ വൈകിട്ടില്ല കല്യാണം, അപ്പൊ ഒന്ന് വിവരമൊക്കെ അന്വേഷിക്കായിരുന്നു. അല്ല, അതെ, അതൊന്നും ഇപ്പൊ നമുക്ക് ഒക്കെ ഏൽപ്പിച്ചേക്ക് തന്നെയാണ്. അല്ല, ഇന്നിപ്പോ രാത്രി കുട്ടികളുടെ ഈ മഞ്ഞ കല്യാണം എന്തെന്നാ ഒന്നും പറയണ്ട പോലെ. നമ്മളെ കാലത്തൊക്കെ ആ ഒരു ഞിക്ക അല്ലാണ്ട് ഒരു പരിപാടി ഇല്ല. എത്ര ആൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത്? 2000 പേരോ. ബിരിയാണിയാണോ? ഞാൻ പറഞ്ഞു ഒന്നും കുറക്കണ്ട, ഒക്കെ ഉണ്ടായിക്കോട്ടെ. 2000 പേർക്ക് 2000 പണിക്കാര്. അതാണ് ഈ ഇടങ്ങറ്. ഇവിടെ 2000 പേർക്കല്ലേ നമ്മള് പറഞ്ഞു. അതെ, പ്രശ്നമുണ്ട് ഇപ്പൊ. എന്തേ? ബോർഡ് അവിടെ വെച്ചില്ലേ, അതിപ്പോ ആകെ പ്രശ്നമായിട്ടിരിക്കും. ആള് കുറയോന്ന്. ഏത് ബോർഡ്? അവിടെ ബോർഡ് വെച്ചിട്ടില്ലേ, മറ്റേ റോഡിലെ കുണ്ടും കുഴിയും കാരണം രാഘവേട്ടന്റെ പറമ്പ് കൂടെ വൈകിടെ അത് ആ ബോർഡ് വെച്ചത് ഇപ്പൊ ആകെ പ്രശ്നമായിരിക്കുക. അതെന്താ പ്രശ്നം? റോഡില് കുണ്ടും കുഴിന്ന് എഴുതിയത് പാർട്ടിക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. പാർട്ടിക്ക് കഴിക്കുന്ന റോട്ടിൽ കൊണ്ടുപോയി തന്നെയല്ലേ? നിങ്ങളത് സംസാരിച്ച്, പക്ഷെ അവര് കല്യാണം വിലക്കാനുള്ള ചെവി പോണ എന്റെ ചെവിയോ ഇല്ല, എന്റെ ചെവി. നമ്മുടെ ഈ ബന്ധപ്പെട്ട ആളുകളൊന്നും കോയക്കാട കല്യാണം കൂടരുന്നു പ്രചരണം പോവരുത് പറഞ്ഞേക്ക. അപ്പൊ അതാ തീരുമാനം. എന്ത് കല്യാണത്തിനോ? ഈ പാർട്ടിയിൽ തന്നെയാണ് ഞാനും വിശ്വസിക്കണം. ആ പാർട്ടിയുടെ പ്രവർത്തനത്തിനൊക്കെ ആയിട്ട് ഞാനും പോയിട്ടുണ്ട്, ഇപ്പോഴും എന്നെ വിശ്വസിക്കണേ. അപ്പൊ അത് വെച്ചിട്ട് ഇപ്പൊ നമുക്ക് ഈ കാര്യങ്ങൾ പറയാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. പിന്നെ ഇതിപ്പോ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല. 2000 പേരുടെ ഫുഡ് ഒന്ന് നോക്കിയിട്ട് 2000 പേരുടെ ഫുഡിന്റെ അല്ലക്ക് പ്രശ്നം. ഇവനെങ്ങനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പൊ മുതലുള്ള ആദ്യം എന്റെ ഞാൻ ഇടക്കിടക്കൊന്ന് പറയലുണ്ട് കാര്യങ്ങൾ ഭംഗിയാവണട്ടാന്ന്. പക്ഷെ അതൊക്കെ എന്തോ ഒരു റിലേ പോയ മാറ്റൊരു ചെറിയൊരു സംഭവം അത് ചോറിൽ വരുത്തുവെന്നുള്ളതാണ്. അല്ല, ഈ 2000 പേരുടെ ഫുഡ് എന്തായാലും ഒന്ന് കുറച്ചേൽപ്പിച്ചാല്. എന്തിനാ പ്യാര് ഫുഡ് കുറക്കണേ? 2000 പേർക്കുള്ള ഭക്ഷണം ഞാൻ ഇവിടെ കരുതിയിട്ടുണ്ടായി, ഞാൻ ഇവിടെ വെപ്പിക്കും. കോയാണ് ക്ഷണിച്ചേക്കണേ. വരണ്ടോര് വരും, വരാത്തോര് വരണ്ട. മന്മത, നമ്മൾ വീണ കുഴിയേ ശരിക്കും അവിടെ അങ്ങനെ ഒരു കുഴി ഇല്ലായിരുന്നല്ലേ? ഇത് നമ്മളെ ആരോ കുഴി ചാടിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളൊരു കുഴിയാണ്. ഇവിടെ കുഴി കുറേ നാളായിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടില്ല. നമ്മൾ കാണാത്തോണ്ടാണല്ലോ നമ്മളെ കുഴി വീണേ. പിന്നെ മഴയൊക്കെ പെയ്തപ്പോൾ അത് കുളമായി. അവനവൻ കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പോ കുയ്മാൽ അങ്ങനെ ഒരു പാട്ട് പെട്ടെന്ന് ഓർമ്മ വന്നാ എന്തപ്പ ചെയ്യും? മെമ്പർ പഞ്ചായത്തിൽ പോയല്ലോ? ഇന്ന് പഞ്ചായത്തിലൊന്നും പോയില്ല. സെക്രട്ടറി വന്നില്ല. എന്റെ പൊന്നു മന്മതേട്ടാ, കല്യാണത്തിന് പോകുമ്പോ പിന്നെ കരഞ്ഞോണ്ട് പോകാൻ പറ്റുമോ? ഏത് കല്യാണം? ഇന്നലെ കോയക്കട കൊടുത്ത കല്യാണം മറന്നുപോയോ? അതോ കല്യാണത്തിന് നിങ്ങൾ പോയോ? എന്താണ് മെമ്പർ ഇത്? എന്താ പറഞ്ഞ മെമ്പറല്ലേ ഞാൻ? ആ വാർഡിന്റെ മെമ്പറല്ലേ? പോവാതിരിക്കാൻ പറ്റുമോ? അത് ബഹിഷ്കരിക്കണം നമ്മൾ തീരുമാനിച്ചല്ലേ മെമ്പറേ. അതിപ്പോ കുഴിമന്തിയുടെ മണം അടിച്ചാൽ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എന്റെ ഫേവറേറ്റ്.
മെമ്പറെ, നിങ്ങൾക്ക് നമ്മളെടുത്തിട്ടുള്ള തീരുമാനങ്ങളാണോ വലുത് അതോ കുഴിമന്തിയാണോ വലുത്? അല്ല അതിപ്പോ നിങ്ങൾ അവളോട് ചോദിച്ചു നോക്ക്. കെട്ടിയവനാണോ വലുത് കുഴിമന്തിയാണോ വലുത് ചോദിച്ചു നോക്കിയ കുഴിമന്തി എന്ന് പറയോ? അല്ല പിന്നെ അതെ, അവിടെ എന്തായിരുന്ന ആൾക്കാരെന്നറിയാമോ? ഒരു 10,000-3000 പേരൊക്കെ ഉണ്ടായിരുന്നു. യാതൊരു രാഷ്ട്രീയ ബോധവും ഇല്ലാത്ത കഴുതകള്. ഇതേ അരാജകവാദികളും അരാഷ്ട്രീയ ബുദ്ധിജീവികളും നമ്മുടെ നാട്ടിൽ കൂടുന്നതിന് തെളിവാണ് അവിടുത്തെ ആൾക്കൂട്ടം. ഒരു കുന്തമല്ല, നല്ലൊരു കുഴിമന്തിക്ക് 250 രൂപ കൊടുക്കണം. ആളുകളിൽ പൈസ ഇല്ല. ഓസിൽ കിട്ടിയ പിന്നെ പോയി തിന്നൂലേ. ഞാനും പോവാളായിരുന്നു. വിഷമിക്കണ്ട, ഇവിടെ വേദന ഓ മണ്ണ്, നല്ല കുഴിമന്തിയുടെ മണം. സാറ് വേണ കോയാക്ക എന്താ ഒന്ന് വീണു. കാലേ മറ്റേ സൈലൻസർ കൊണ്ടിട്ട് ഒരു കഷ്ണം നടന്നിട്ട് പോയി എല്ലിന്റെ തൊലി പോയി, ഇറച്ചി പോയി. ഇതിവിടെ 2 പൊട്ട, 2 പൊട്ടും ഒരു പല്ലും. പല്ലും പോയി. ശരി. പെടലി ഒടിഞ്ഞെന്നോ? തല തിരിഞ്ഞു പോയി. അതെങ്ങനെ ബൈക്ക് മറിഞ്ഞെങ്ങനെ? ബൈക്ക് വീണു അത്ര തന്നെ. പഞ്ചായത്തിലെ റോട്ടില്, നമ്മുടെ പഞ്ചായത്ത് റോട്ടിൽ കൊയ്യുണ്ടോ? പഞ്ചായത്ത് റോട്ടിൽ ആ കുയ്യിലുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ അവിടെ ഫ്ലക്സ് വെച്ച് ആ കുയ്യില് ചവിട്ടാണെങ്കിൽ രാഘവേട്ടന്റെ പറമ്പ് കൂടെ പോയി നിങ്ങൾ വെച്ചല്ലേ? നമ്മുടെ അവിടുത്തെ കുയ്യില്ലേ? കോയക്കൊച്ച ഫ്ലെക്സില് റോഡിൽ കുഴി കാരണം വെച്ചോണ്ടാണല്ലോ നിങ്ങൾ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതില്ലേ? നിങ്ങൾക്ക് റോഡിൽ കുഴി എന്ന് പറയാം. അയ്യാ ഒന്നിപ്പോ നോക്കണ്ടപ്പോ. അതേ, ഞാൻ ഇപ്പൊ എന്താ വെച്ചാല് കല്യാണം അങ്ങോട്ട് പൊടി പൊടിച്ച് എന്തെന്നാ പറയാ, അതേമാതിരിക്ക് ഒരാൾക്കാരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ വിളിച്ചോരും വിളിക്കാത്തവരും പിന്നെ ആരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ കേട്ടിട്ട് അങ്ങനെ അസല കല്യാണം പറഞ്ഞ എന്താ ചോറിന്റെ മഹിമ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞടക്കപ്പോഴും അത്ര നല്ല കല്യാണം ഉണ്ടായിട്ടില്ലേ? പക്ഷെ ഉണ്ടല്ലോ, നിങ്ങള് 3 ആള് മാത്രാണ് ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് കല്യാണത്തിന് വരാത്തത്. എന്തൊരു സങ്കടമായി. അടുത്തതിന് പിടിക്കാം. അതെ അതെ, സംഗതി ഇപ്പൊ നിങ്ങള് കുയില് വീണ കാരനാണ് റോട്ടിൽ ഇപ്പൊ. അത് നമ്മുടെ നാട്ടിലിപ്പോ കുയില് വീട്ടിലൊന്നും ഇപ്പൊ അതൊരു പുത്തരി അല്ലല്ലോ. ഒരാള് കുഴിയിലൂടെ മരിച്ചേ. കുഴിയില് വീണ്ടും മരിച്ചോന്നല്ല, മരിച്ചിട്ട് കുഴിയിൽ വീണു. അല്ല അറ്റാക്കാണത്. അല്ല, ഇപ്പൊ കുയില് വീണ് മരിക്കാന്നുള്ളത് ഇപ്പൊ നമ്മുടെ നാട്ടില് പുത്തിരി ഒന്നല്ലേ. അതൊന്നും ഇപ്പൊ ആർക്കും പ്രശ്നമില്ലാത്ത അതിലേക്ക്. അതെ, ഈ കുയില് വീണവർക്ക് തിന്നാൻ പറ്റിയ നല്ല ഒന്നാന്തരം ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ കുഴിമന്തി. മറിമായം